ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇതെങ്ങനെ വരച്ചെടുക്കാൻ നോക്കാം. നല്ല ഈസിയാണ് കേട്ടോ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്നത് മാർക്കർ പെന്നും പിന്നെ നമ്മുടെ സ്കെച്ചുമാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വരച്ചിരിക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ്ങിൻ്റെ ബുക്കാണ്. ഡ്രോയിങ് ബുക്കിൽ നിന്ന് ഒരു പേജ് എടുത്തിരിക്കുന്നതാണ്. നമ്മുടെ സാധാ നോർമൽ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന ഒരു ബുക്കിൻ്റെ ഷീറ്റ് എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഷീറ്റിനകത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പം ഞാൻ സൈഡിൽ കുറച്ച് മാർജിൻ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എനിക്കിത് വരച്ച് കഴിയുമ്പോഴേക്കും ഒരു ഫ്രെയിമിനകത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഫ്രെയിമിൻ്റെ അളവിലാണ് നടുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തേക്കണേ. ഉള്ളിൽ ഞാൻ കുറേ കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കോളങ്ങൾ 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ വരച്ചേക്കണതാണ്. 1.5 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതേ സംഭവം ഇതുപോലെ ഒന്ന് ഞാൻ വരച്ചെടുക്കാനുണ്ട്. ഇതുപോലെ വരച്ച് നമുക്ക് എടുക്കാം. സ്കെച്ച് പെന്ന് വെച്ചിട്ടാണ് നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്കർ പെന്ന് വെച്ചിട്ടാണ് കഴിഞ്ഞ രണ്ട് തവണ ഇതുപോലെ ചെയ്തെടുത്തത്. അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചു മാർക്കർ പെൻ ഇല്ലാണ്ട് സ്കെച്ച് വെച്ചിട്ട് ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ തവണ സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൂടുതൽ നമ്മൾ സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചെറിയൊരു ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ മാർക്കർ പെൻ യൂസ് ചെയ്യുന്നുള്ളൂ. മാർക്കർ പെന്നെ നമ്മൾ എടുത്തേക്കുന്നത് CD മാർക്കറാണ് കേട്ടോ. ഡ്രോയിങ് ചെയ്യണ വലിയ വിലയുള്ള പേനയൊന്നും അല്ല നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു വരയാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ സംഭവം നമ്മൾ ഇതിനകത്ത് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാർക്കർ പെൻ വെച്ചിട്ടാണ് ഇതുപോലെ ഷെയ്ഡ് ചെയ്യണമെങ്കിൽ കുറേ സമയം പിടിക്കും. അപ്പോൾ സ്കെച്ച് ആയതുകൊണ്ട് വേഗം തീരും. എന്നിട്ട് നമ്മൾ അതിനകത്തുള്ള ഗ്യാപ്പിനകത്തേക്ക് ഇതുപോലെ മാർക്കർ പെൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞു വരകൾ നേരെ ഇട്ട് കൊടുക്കാം. സൈഡ് ചിരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫുൾ വരച്ച് കഴിയുമ്പോൾ ഒരു 3D പിക്ചർ പോലെ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ട് വരക്കുവാണെന്നുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു 3D പിക്ചർ കിട്ടും. അപ്പോൾ ഞാൻ 1.5 വിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത 2 എണ്ണത്തിൻ്റെയും ഫോട്ടോസ് നമുക്കിനകത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാം കേട്ടോ. അതായത് നമ്മൾ സെറ്റായിട്ട് ഇത് ഇത്രയും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു ഫ്രെയിമിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ പോകണം. ഈ ഫ്രെയിം ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ മേടിച്ചാണ്. അപ്പോൾ കറക്റ്റ് എഴുതുന്നതെന്ന് ഓർമ്മയില്ല. കുറേ നാളായിട്ട് ഞാനൊരു ഫ്രെയിം മേടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചേക്കണതാണ്. അപ്പോൾ ആൾക്ക് കടയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ ആളുടെ കടയിലൊന്ന് ഡെക്കോർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്തായിട്ട് തന്നെ ഇടാം. അപ്പോൾ നമ്മൾ സംഭവം ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മളിതുപോലെ ഒന്ന് വരച്ച് നമുക്കൊരു ഫ്രെയിമൊക്കെ ആക്കിയിട്ട് വീട്ടിൽ വെക്കാം. ഫ്രെയിം മേടിച്ച് അധികം അപ്പോൾ നമ്മൾ ചെയ്ത 2 വർക്കും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയുള്ള. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലിട്ട് കൂട്ടുകാരെ. ബൈ ബൈ.